വക്കീലന്മാരോടും ഡോക്ടർമാരോടും ഒരിക്കലും കള്ളം പറയരുത് എന്നാണ് ചൊല്ല്. വക്കീലന്മാരോട് കള്ളം പറഞ്ഞാലും ഡോക്ടർമാരോട് ഒരിക്കലും പറയരുത്. എന്നാൽ പറയുന്ന സത്യങ്ങൾ എന്തൊക്കെയാവണം, എങ്ങനെയാവണം എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു രോഗി ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ആ രോഗിയിൽ നിന്ന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രശ്നം എന്ന് തുടങ്ങി എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഈ ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത്. കൂടാതെ ആ പ്രശ്നത്തിൻ്റെ മെയിൻ കംപ്ലൈൻറ്റിൻ്റെ കൂടെ തന്നെ മറ്റ് എന്തൊക്കെ പ്രശ്നങ്ങൾ, മറ്റെന്തൊക്കെ ലക്ഷണങ്ങൾ, മറ്റെന്തൊക്കെ സിംറ്റംസ് വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതായി, നിങ്ങളുടെ മെയിൻ അസുഖത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഡോക്ടറോട് കൃത്യമായി പറയണം. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഹാർട്ടിന് അസുഖമുണ്ടോ, അലർജി ഉണ്ടോ എന്ന് തുടങ്ങി നിങ്ങൾക്കുള്ള എല്ലാ മറ്റ് അസുഖങ്ങളും ഡോക്ടറോട് കൃത്യമായി പറഞ്ഞിരിക്കണം. മൂന്നാമതായി, ഈ അസുഖത്തിനൊക്കെ തന്നെ എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യമായി വിവരണം നൽകണം. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പഴയ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. നാലാമതായി, നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും സർജറി നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത് ഫുഡിനോടാകട്ടെ, മരുന്നുകളോടാകട്ടെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സബ്സ്റ്റൻസിനോടാകട്ടെ, അതുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞിരിക്കണം. കാരണം തരാൻ പോകുന്ന മരുന്നിന് അലർജി ഉണ്ടോ എന്നുള്ളത് നേരത്തെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറോട് കൃത്യമായി പറഞ്ഞിരിക്കണം. ഞങ്ങൾ ഡോക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ ജഡ്ജ് ചെയ്യാനല്ല, പകരം നിങ്ങളുടെ ഇഷ്യൂസ് മനസ്സിലാക്കി നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാനാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തു വെക്കുമല്ലോ.